Asylum Learning. It's me, Mufida. മക്കളെ ഒരുപാട് കുട്ടികൾ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് ഈ യൂണിറ്റുകളെ കൺവേർട്ട് ചെയ്യാന്നുള്ളത്. അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സെന്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റാൻ പറയും. അതുപോലെ തിരിച്ചും നമ്മളോട് ചോദിക്കും എങ്ങനെയാ മീറ്ററിനെ സെന്റിമീറ്ററിലോട്ട് മാറ്റാൻ പറയും. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തീർക്കുകയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. നമുക്കിവിടെ 3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഈ 3 പേരെയും എങ്ങോട്ട് മാറ്റണം? മീറ്ററിലോട്ട് മാറ്റണം. സോ ഫസ്റ്റ് നമുക്ക് ആരെ മാറ്റാം? 400 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണെന്ന് നമുക്ക് നോക്കാം. മക്കളെ നോക്കിക്കോ, 400 സെന്റിമീറ്റർ എത്ര മീറ്റർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? എത്ര മീറ്റർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് മുന്നേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക. സെന്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റാൻ ആരാണ് ഇതിൽ ചെറുതാരാ? സ്മോൾ ആരാണ്? സ്മോൾ സെന്റിമീറ്റർ ആണ്. ബിഗർ ആരാണ്? മീറ്റർ ആണ് അല്ലെ? അപ്പം ബിഗർ അല്ലെ, ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ? സ്മോൾ ടു ബിഗർ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലെ? ഏതൊരു യൂണിറ്റിനെയും സ്മോളർ യൂണിറ്റിൽ നിന്നും ബിഗർ യൂണിറ്റിലേക്ക് നമ്മൾ മാറ്റുന്ന സമയത്ത് സ്മോൾ ടു ബിഗ് ആണെങ്കിൽ നമ്മൾ ചെയ്യുക ഡിവിഷൻ ആയിരിക്കും എന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. എന്താണ്? ഡിവിഷൻ ആയിരിക്കും. എന്നാൽ തിരിച്ചുമാവാ അല്ലെ? എങ്ങനെയാണ്? മീറ്ററിൽ നിന്നും സെന്റിമീറ്ററിലോട്ട് നമ്മോട് ചോദിച്ചത്, അതായത് ബിഗിൽ നിന്നും സ്മോളിലോട്ട് നമ്മളോട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, അവിടെ ഉണ്ടാകുക മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. സോ ഹിയർ വി ഹാവ് ചോദ്യം എന്താണ്? സെന്റിമീറ്ററിന് മീറ്ററിലോട്ട് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഓഫ് കോഴ്സ് എന്താണ്? ഡിവിഷൻ ആണ്. എന്ത് ഡിവിഷനാ? ആരെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സെന്റിമീറ്ററും മീറ്ററും തമ്മിലുള്ള ഒരു ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷന്റെ കണക്ക് എന്ന് പറയുന്നത് എന്താണ്? 100 കൊണ്ടുള്ളതാണ്. 100 കൊണ്ടാണ് നമ്മൾ എല്ലാം ചെയ്യേണ്ടി വരിക കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം, ഇവിടെ 400 സെന്റിമീറ്ററിന് എത്ര മീറ്റർ ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. സോ ക്വസ്റ്റ്യൻ എന്താണ്? സെന്റിമീറ്ററിന് മീറ്ററിലോട്ടാണ്. സ്മോളറിന് ബിഗറിലോട്ടാകുമ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? ഡിവിഷൻ ആണ്. സോ വി ഹാവ് ടു ഡിവൈഡ് by 100 അല്ലെ? അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? 400 ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ 0 0 0 0 കട്ട് ചെയ്ത് പോകുന്നു. ദെൻ എന്താ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന? we will get 4 മീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. എത്ര സിമ്പിൾ ആയിട്ട് നമ്മളിത് ചെയ്തേ അല്ലെ? ഇത്രക്ക് സിമ്പിൾ ആണ്. ഇനി ഇതിൽ ആരും ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ പറയാൻ പാടില്ല കേട്ടോ. അത്ര സെറ്റ് ആക്കി തന്നിട്ടുണ്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 70 സെന്റിമീറ്റർ എത്ര മീറ്റർ ആണെന്നാ ചോദിച്ചിരിക്കുന്നത്. എന്റെ മോനെ അല്ലെ, നേരത്തെ ഭയങ്കര ഈസി ആയിരുന്നു. കാരണം എന്താ, അതിൽ 2 zeros ഉണ്ട്. ജസ്റ്റ് പോയാൽ മതിയാണ്. പക്ഷെ ഇനി അങ്ങനെയാണോ? അല്ല, ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ? 70 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണെന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒറ്റ കണക്കേ ഉള്ളൂ. സെന്റിമീറ്ററിന്റെ മീറ്ററിലോട്ടാണെങ്കിൽ ഡിവൈഡഡ് ബൈ 100 ആണ്. നോക്കാം നമുക്ക് അല്ലെ? അപ്പൊ 70 ഡിവൈഡഡ് ബൈ 100 ചെയ്ത് നോക്കണം. 0 കട്ട് ചെയ്ത് പോകും. ദെൻ റിമൈനിങ് എന്താ നമുക്ക് കിട്ടുക? 7 ഡിവൈഡഡ് ബൈ 10 അല്ലെ? 7 ഡിവൈഡഡ് ബൈ 10. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 7 അങ്ങനെ കെട്ടി ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം അല്ലെ? 7നെ 1 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് അപ്പൊ 7 എന്ന് കിട്ടും. പക്ഷെ 10ൽ എത്ര 0 ഉണ്ട്? 0 1 ഉണ്ട് അല്ലെ? അപ്പൊ എന്ത് ചെയ്യാം? പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ എന്നുള്ള രീതിയിൽ 0.7 മീറ്റർ നമുക്ക് ആൻസർ കിട്ടും. എത്രയാണടാ? 0.7 മീറ്റർ എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക കേട്ടോ. ഇനി ഇവിടെ നമുക്ക് 2 എണ്ണം വിചാരിച്ചു. അപ്പൊ ഫോർ എക്സാമ്പിൾ 7 ഡിവൈഡഡ് ബൈ 100 ഇങ്ങനെയാണ് ആൻസർ എങ്കിൽ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? എത്ര 0 ഉണ്ട് നോക്കുക? 2 0 ഉണ്ട്. ദെൻ 0.07, അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് 2 നമ്പേഴ്സ് വേണം. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. മെയിൻ കാര്യം, സെന്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റാൻ ഡിവൈഡഡ് ബൈ 100. മീറ്ററിനെ സെന്റിമീറ്ററിലോട്ടാണോ ചോദിച്ചിരിക്കുന്നത്? അപ്പൊ എന്ത് ചെയ്യണം? ഇൻറ്റു 100. ഇത്ര കാര്യങ്ങൾ തറായിട്ട് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതാ നിങ്ങൾക്ക് ഇന്നൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. എല്ലാവരും ഈ വീഡിയോ കണ്ട എല്ലാവരും എന്ത് ചെയ്യണം? ഇതിന്റെ ആൻസർ താഴെ കമന്റ് ചെയ്യണം. ആൻഡ് ദിസ് ഈസ് ക്വസ്റ്റ്യൻ 500 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ വേഗം താഴെ കമന്റ് ചെയ്യാൻ നോക്കും നിങ്ങൾക്ക് എത്ര പേർക്ക് ക്ലിയർ ആയിട്ട് ആൻസർ പറയാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടോപ്പിക്സ്, ഇപ്പൊ ഇത് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇത് വീഡിയോ ആയിട്ട് ചെയ്തു, അതുപോലെ വേറെ ഏതെങ്കിലും സബ്ജക്റ്റിലൊക്കെ ആവട്ടെ, നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നത് ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി. ഞങ്ങൾ അതൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു സോ മച്ച്.